2011 ഓഗസ്റ്റിൽ എറണാകുളം തേവരയിലുള്ള മോഹൻലാലിന്റെ വീട്ടിൽ ആദായ നികുതി വകുപ്പിന്റെ ഒരു റെയ്ഡ് നടക്കുകയും വീട്ടിൽ നിന്നും 4 ആനക്കൊമ്പുകൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. ലൈസൻസ് ഇല്ലാതെ ആനക്കൊമ്പ് കൈവച്ചു എന്ന കാരണത്താൽ ആദായ നികുതി വകുപ്പ് ഈ വിവരം നേരെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നു. വനം വകുപ്പ് പിന്നീട് 1 വർഷം കഴിഞ്ഞ് 2012 മോഹൻലാലിനെ 1-ാം പ്രതിയാക്കി ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് തനിക്ക് ആനക്കൊമ്പ് കയ്യിൽ വെക്കാനുള്ള ലൈസൻസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാൽ പ്രധാനമന്ത്രിക്ക് കത്തയക്കുകയും അതിനുള്ള അനുമതി ലഭിക്കുകയും ചെയ്യുന്നു. ലൈസൻസ് ഇപ്പോൾ കൈവശം ഉള്ളത് കൊണ്ട് തന്നെ ഇനി ഈ കേസ് നിലനിൽക്കില്ലെന്നും ഈ കേസ് അവസാനിപ്പിക്കണം എന്നും പറഞ്ഞ് മോഹൻലാൽ പെരുമ്പാവൂർ കോടതിക്ക് അപേക്ഷ നൽകി. പക്ഷേ പെരുമ്പാവൂർ കോടതി ഈ അപേക്ഷ പരിഗണിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി മോഹൻലാലിന്റെ ഈ അപേക്ഷ പരിഗണിക്കുകയും മോഹൻലാലിനെതിരായുള്ള പെരുമ്പാവൂർ കോടതിയുടെ വിധി റദ്ദാക്കുകയും ചെയ്യുന്നു. അതിനു പുറമെ ഈ കേസിന്റെ തുടരന്വേഷണങ്ങളും നടപടികളും സ്റ്റേ ചെയ്യാൻ വേണ്ടി ഹൈക്കോടതി ഉത്തരവിടുന്നു. ഈ കഴിഞ്ഞിടയ്ക്ക് പുലിപ്പല്ല് കൈവശം വെച്ചു എന്ന കാരണത്താൽ റാപ്പർ വേടനെതിരെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കേസെടുക്കുകയുണ്ടായി. വേടനെതിരെ പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യമില്ലാത്ത ഈ സാഹചര്യത്തിൽ വേടന്റെ കയ്യിലുള്ളത് ഒറിജിനൽ പുലിപ്പല്ലാണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് തെളിയിക്കാൻ ഇതുവരെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ആയിട്ടില്ല. സ്വാധീനമുള്ളവനെ കാണുമ്പോൾ മുട്ടുവറക്കുകയും ഉയർന്നു വരുന്നവനെ കാണുമ്പോൾ മുഷ്ടി ചുരുട്ടുകയും ചെയ്യുന്ന ഈ ഇരട്ടനീതി സത്യത്തിൽ നമുക്ക് ആവശ്യമുണ്ടോ? നിങ്ങൾ തന്നെ പറ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫുൾ വീഡിയോ ആയിട്ട് നേരെ നമ്മുടെ ചാനലിലേക്ക് വരെ.